ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജി ആൻസർ പേപ്പറാണ്. 8ാം ക്ലാസ്സിലെ ബയോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യം നോക്കാം. Which among 3 from questions 1 to answer any 3? Which among the following is not a prokaryote? ഇതിൽ prokaryote അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് prokaryote അല്ലാത്തത്? അമീബയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അമീബ ഒരു പ്രോകാരിയോട്ട് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ആനിമൽ ടിഷ്യൂ ആൻഡ് റൈറ്റ് ദ നെയിം. ഈ ആനിമൽ ടിഷ്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ്? മസ്കുലർ ടിഷ്യൂ ആണ്. ഓക്കെ, മസ്കുലർ ടിഷ്യൂ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സൈലം ടിഷ്യൂ. സൈലം ടിഷ്യൂവിനോട് റിലേറ്റ് ചെയ്ത കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണ്. പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു പ്ലാന്റ് പാർട്സ്, ട്രാൻസ്പോർട്ട് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീവ്സ് ടു വാരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഏതാണ്? ഫസ്റ്റത്തെ മാത്രമാണ് കറക്റ്റ്. പ്രൊവൈഡ്സ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ഓഫ് പ്ലാന്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതർ. ഓക്കെ, അപ്പോൾ റൈറ്റ് ദ ഓഡ് വൺ. ഇതിൽ ഏതോ ഒന്ന് കൂട്ടത്തിൽ പെടാത്തുണ്ട്. ഏതൊക്കെയാണ്? കരോട്ടിൻ ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്. അപ്പോൾ ഇത് ഏതാണ് കറക്റ്റ്? ക്ലോറോപ്ലാസ്റ്റ് ആണ് ഇതിൽ ഓഡ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്താണ്? അതേഴ്സ് ആർ പിഗ്മെൻറ്റ്സ് ആണ്. ഇനി അടുത്തത്, analyze the statements given below and write reason. As the fruits ripen, their color and taste changes. അപ്പോൾ ഫ്രൂട്ട്സ് പാകമാകുമ്പോൾ അവരുടെ കളറും ടേസ്റ്റും മാറുന്നു. അത് പറയാൻ കാരണം എന്താണ്? അതിന് കാരണം ക്ലോറോപ്ലാസ്റ്റ് ബിക്കം ക്രോമോപ്ലാസ്റ്റ്. അതിന് കാരണം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് എന്തായി തീരുന്നു? ക്രോമോപ്ലാസ്റ്റ് ആയി തീരുന്നു. ആൻഡ് ചേഞ്ച് ദെയർ കളേഴ്സ്. സ്റ്റാർച്ച് ബിക്കംസ് ഫ്രക്ടോസ് ആൻഡ് ദെയർ ടേസ്റ്റ് ചേഞ്ച്. അപ്പോൾ ഇത്രയാണ് നടക്കുന്നത്. ഫ്രൂട്ട് പാകമാകുമ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് ബിക്കം ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ചേഞ്ച് ദെയർ കളർ. സ്റ്റാർച്ച് ബിക്കം ഫ്രക്ടോസ്, അതുകൊണ്ട് ദെയർ ടേസ്റ്റ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്ന കാരണം ക്രോമോപ്ലാസ്റ്റ് ആവുന്നതാണ്. അതേപോലെ ടേസ്റ്റ് വ്യത്യാസമാകുന്നതിന് കാരണം സ്റ്റാർച്ച് ഫ്രക്ടോസ് ആയി മാറുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കറക്റ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി അണ്ടർലൈൻഡ് പാർട്സ് ഇൻ ദ ഗിവൺ ബിലോ. എം.ജെ. സ്ലീഡൻ എന്താണ്? എം.ജെ. സ്ലീഡന് നമുക്ക് പ്ലാന്റ് സെല്ലുമായിട്ടാണ് നമുക്ക് യോജിപ്പിക്കേണ്ടത്. എം.ജെ. സ്ലീഡൻ പ്ലാന്റ് സെല്ലാണ്. ഓക്കെ, റിഡോൾഫ് വിർച്ച് ഡിവിഷൻ ഓഫ് സെൽസ് ആണ്. റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് ആണ്. തിയോഡോഷൻ ആനിമൽ സെൽ. ഇനി റൈറ്റ് 2 മെയിൻ കൺസെപ്റ്റ് that can be included in a class seminar on the following topic: stem cell research and future treatment. Stem cell can form different types of tissues. Stem cell can be used in the treatment of blood cancer, diabetics, Alzheimer's. They are very useful to make artificial organs. നമ്മൾ നേരത്തെ പഠിച്ചതാണ് പ്രീവിയസ് ഇയർ. കഴിഞ്ഞ ബയോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ഓഫ് സ്ലൈഡ്സ് ടു ബി ഒബ്സർവ്ഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. ഗ്ലിസറിൻ്റെയും സ്റ്റെയിൻ്റെയും ആവശ്യം. ഗ്ലിസറിൻ എന്താണ്? ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡ്രൈയിങ് അപ്പ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഡ്രൈയിങ് അപ്പ് ഓഫ് മെറ്റീരിയൽ. സ്റ്റെയിൻ എന്തിനാണ് സഹായിക്കുന്നത്? ഹെൽപ്സ് ടു ഗെറ്റ് കളർ ടു ദ സെൽ. കളർ കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റെയിൻ എന്താണ്? ഹെൽപ്സ് ടു ഗെറ്റ് കളർ ടു ദ സെൽ. ഇനി അടുത്തത്, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ദ തിക്നെസ് ഓഫ് ദ സെൽ വാൾ, ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം. അപ്പോൾ ഇത് മെരിസ്റ്റമിക് സെല്ലിൽ സെൽ വാൾ എന്തായിരിക്കും? തിന്നായിരിക്കും. ഓക്കെ, മെരിസ്റ്റമിക് സെൽ വാൾ തിന്നായിരിക്കും. അതേപോലെ തന്നെ സൈറ്റോപ്ലാസം കൂടുതലായിരിക്കും, മോർ സൈറ്റോപ്ലാസം. എന്നാൽ
മെച്ചോർ സെല്ലിൽ എന്തായിരിക്കും തിക്ക് സെക്കൻഡറി സെൽ വാളാണ് ഉണ്ടാവുക. തിക്ക് സെക്കൻഡറി സെൽ വാൾ, അതേപോലെ തന്നെ റിലേറ്റീവ്ലി ലെസ് സൈറ്റോപ്ലാസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നോക്കൂ, കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഒരു ഡയഗ്രമാണ്. കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് ഫസ്റ്റ് ബ്ലഡ്. ഓക്കെ, ബ്ലഡ് വരുന്നു, ബോൺ ടിഷ്യൂ വരുന്നു, ഫൈബ്രസ് ടിഷ്യൂ വരുന്നു. ഇപ്പം ബ്ലഡ് എന്താണ്? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ബോൺ ടിഷ്യൂവിൽ എന്താണ്? പ്രൊവൈഡ് സപ്പോർട്ട് പ്രൊട്ടക്ഷൻ. അതേപോലെ ഫൈബ്രസ് ടിഷ്യൂവിൽ വരുന്നത് കണക്ട്സ് അതർ ടിഷ്യൂസ്. ഇതേത് 3 മാർക്കാണ്. എന്തൊക്കെയാണ്? ബ്ലഡ്, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, ബോൺ ടിഷ്യൂ, പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്റ്റ്, ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറയുന്നത് കണക്ട്സ് അതർ ടിഷ്യൂസ്. ഇനി നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് 3 മാച്ചിങ് പെയർസ് ഫ്രം ദ ഫാക്ട്സ് ഗിവൺ ഇൻ ദ ബോക്സ്. മോഡൽ ഗോൾജി കോംപ്ലക്സ് എൻസൈംസ്. അതേപോലെ നമ്മളോട് മാച്ചിങ് പെയർസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? സ്റ്റോറേജ് ഓഫ് എനർജി ഉണ്ട്. സ്റ്റോറേജ് ഓഫ് എനർജി നമുക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്യാം? മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷനാണ് എന്ത്? സ്റ്റോറേജ് ഓഫ് എനർജി സ്റ്റോർ ചെയ്തേക്കുക. അപ്പോൾ ഒരു പേരായി. ഇനി അടുത്തത് എന്താണ്? വാക്യൂളിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്റ്റോർസ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോർസ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, പ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ആനിമൽ സെൽ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആട്ടോ വരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ബയോളജി ഇപ്പം നേരത്തെ അപ്ലോഡ് ചെയ്ത ബയോളജി ക്വസ്റ്റ്യനിൽ വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ 3-4 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു. ആനിമൽ സെൽസിൽ നമ്മൾ സെൻട്രോസോമും ലൈസോസോമും സെയിം ക്വസ്റ്റ്യനാണ്. സെൻട്രോസോമും ലൈസോസോമും ആണ് ആനിമൽ സെല്ലിലുള്ളത്. പ്ലാന്റ് സെല്ലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വാക്യൂളുണ്ട്, പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് മൈറ്റോകോൺട്രിയ. എന്താണ് മൈറ്റോകോൺട്രിയ? പിന്നെന്താണ് നമുക്ക് പറയാം? ന്യൂക്ലിയസ് പറയാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറയാം, റൈബോസോം പറയാം, ഗോൾഗി കോംപ്ലക്സ് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെയും പറയാം. എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? അതായത് ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഉള്ളത് എന്തൊക്കെയാണ്? മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇനി അത് റീഅറേഞ്ച് ആൻഡ് അക്കോർഡിംഗ് ടു കോളം ബി. ഇനി കോളം കൈമ എന്താണ്? കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഒൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. ഓക്കെ, പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. കോളം കൈമയുടെ ഫങ്ഷൻ എന്താണ്? പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. ഇനി പാരൻക്ലൈമ. അതെന്താണ്? പാരൻക്ലൈമ കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. പാരൻക്ലൈമയുടെ ഫങ്ഷൻ എന്താണ്? കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. അതെന്തിനാ സഹായിക്കുന്ന? ഫോട്ടോ സിന്തസിസ്. നെക്സ്റ്റ് എന്താണ്? സ്ക്ലീറൻ കൈമ കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വാൾ. അപ്പോൾ കമ്പോസിഷൻ പഠിക്കണം ഓരോന്നിൻ്റെയും. ഇത് പാരൻക്ലൈമ സിംപ്ലസ്റ്റ് സ്ട്രക്ചറാണ്. കോളം കൈമ തിക്ക് ഒൺലി അറ്റ് ദ കോർണർ ഓഫ് സെൽ വാളാണ്. ഇതെന്താണ്? യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വാള്. പിന്നെ ഫങ്ഷൻസ് പഠിക്കുക. അത് ലാസ്റ്റത്തെ സ്ക്ലീറൻക്ലൈമയുടെ ഫങ്ഷൻസ് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തു ബയോളജീൻ്റെ. എല്ലാ പേപ്പറിനും ചെയ്തിട്ടുണ്ട്, ഫിസിക്സും കെമിസ്ട്രി. പക്ഷേ ബയോളജിയിൽ ഇപ്പോൾ നമ്മൾ 2ാമത്തെ പേപ്പറാണ് ചെയ്യുന്നത്. ഇതിൽ 3-4 ചോദ്യങ്ങൾ റിപ്പീറ്റഡ് വന്നു. ഈ 3 മാർക്സിൻ്റെ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്